പോർച്ചുഗലിലെ ഇളം വെയിലും ലിസ്ബണിലെ പരിചിതമായ തെരുവുകളുമായിരുന്നു അതുവരെ ആ 18-കാരന്റെ ലോകം. എന്നാൽ 2003 ഓഗസ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായ സൗഹൃദ മത്സരത്തിൽ അവൻ നടത്തിയ മാന്ത്രിക പ്രകടനം സകലതും മാറ്റിമറിച്ചു. കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറും മുൻപേ സർ അലക്സ് ഫെർഗൂസൺ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു, ഈ പയ്യനെ ഇവിടെ വിട്ടിട്ട് താൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങില്ലെന്ന്. ഒരാഴ്ച തികയും മുൻപേ 12.24 മില്യൺ പൗണ്ട് എന്ന റെക്കോർഡ് തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കി. താമസിയാതെ തന്നെ അവൻ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറി. പോർച്ചുഗലിലെ ഊഷ്മളമായ അന്തരീക്ഷത്തിൽ നിന്നും വർഷത്തിൽ പകുതിയിലേറെ ദിവസവും മൂടിക്കെട്ടിയ അന്തരീക്ഷവും കോടമഞ്ഞുമുള്ള മാഞ്ചസ്റ്ററിലെ വ്യവസായ നഗരത്തിലേക്കുള്ള ആ മാറ്റം അവനെ ശരിക്കും ഞെട്ടിച്ചു. കേൾക്കുന്നത് കടുപ്പമേറിയ മാഞ്ചസ്റ്റർ ശൈലിയിലുള്ള ഇംഗ്ലീഷ് മാത്രം. ആ കാലാവസ്ഥയും അപരിചിതമായ വ്യത്യസ്തമായ ഭാഷാശൈലിയും അവനെ ആദ്യമൊക്കെ ഭയപ്പെടുത്തിയിരുന്നു. കാരിങ്ടൺ പരിശീലന കേന്ദ്രത്തിലെ ക്യാന്റീനിൽ ചെന്ന് തനിക്കിഷ്ടമുള്ള ഭക്ഷണമൊന്ന് ചോദിച്ചു വാങ്ങാൻ പോലും തുടക്കത്തിൽ അവൻ വല്ലാതെ പണിപ്പെട്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസങ്ങൾ പിറവിയെടുക്കുന്ന പണിപ്പുരയാണ് കാരിങ്ടൺ ട്രെയിനിംഗ് സെന്റർ. ഔദ്യോഗികമായി ഇതിന്റെ പേര് ട്രാഫോർഡ് ട്രെയിനിംഗ് സെന്റർ എന്നാണ്. മാഞ്ചസ്റ്റർ നഗരത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ മാറി കാരിങ്ടൺ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിശീലന കേന്ദ്രം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്ന ഇടമായിരുന്നു. 108 ഏക്കറിലായി പരന്നുകിടക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ 14 ലോകോത്തര ഫുട്ബോൾ മൈതാനങ്ങളുണ്ട്. അതിൽ 2 കടുത്ത മഞ്ഞിലും പുല്ല് ചൂടുപിടിപ്പിച്ചു നിർത്താനുള്ള അണ്ടർ സോയിൽ ഹീറ്റിംഗ് സംവിധാനത്തോടെയുള്ളതാണ്. കളിക്കാർക്ക് പരിക്കേൽക്കുമ്പോൾ വെള്ളത്തിനടിയിലൂടെ ഓടി പേശികൾക്ക് ബലം നൽകാനുള്ള അണ്ടർ വാട്ടർ ട്രെഡ്മില്ലുകൾ, കൊടും തണുപ്പ് നൽകി ശരീരത്തിന്റെ ക്ഷീണം മാറ്റുന്ന ക്രയോതെറാപ്പി ചേംബറുകൾ, അത്യാധുനിക മെഡിക്കൽ സെന്റർ എന്നിവയെല്ലാം അവിടെയുണ്ട്. ആ വലിയ സാങ്കേതിക വിസ്മയങ്ങൾക്കിടയിൽ പോർച്ചുഗീസ് മാത്രം സംസാരിക്കാനറിയാവുന്ന ആ 18-കാരൻ തുടക്കത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോയിരുന്നു. അന്ന് യുണൈറ്റഡിൽ പുതുതായി എത്തിയ ബ്രസീലിയൻ താരം ക്ലേബർസൺ മാത്രമായിരുന്നു റൊണാൾഡോയ്ക്ക് ആശ്വാസം. മാഞ്ചസ്റ്ററിലെ ആഡംബരപൂർണമായ പുതിയ വീട്ടിലെ തണുപ്പുള്ള രാത്രികളിൽ ഏകാന്തത സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ അമ്മയെ വിളിക്കും. കയ്യിൽ കോടികളുടെ സമ്പാദ്യമുണ്ട്, പക്ഷേ മനസ്സ് ശൂന്യമായിരുന്നു. ഒടുവിൽ മകന്റെ ഒറ്റപ്പെടൽ മാറ്റാൻ അമ്മ ഡൊളോറസ് മാഞ്ചസ്റ്ററിലേക്ക് വിമാനം കയറി. ഇതിനിടയിൽ പോർച്ചുഗലിൽ വെച്ച് തുടങ്ങിയ ജോർഡാനുമായുള്ള പ്രണയത്തിന് ഇംഗ്ലണ്ടിലേക്കുള്ള ദൂരവും അവന്റെ കഠിനമായ ഫുട്ബോൾ ചിട്ടകളും താങ്ങാനായില്ല. വൈകാതെ ആ ബന്ധം അവസാനിച്ചു. അവന് മുന്നിൽ ഫുട്ബോൾ എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരിങ്ടണിലെ ഡ്രസ്സിംഗ് റൂം മറ്റൊരു ലോകമായിരുന്നു. റോയ് കീൻ, പോൾ സ്കോൾസ്, റയാൻ ഗിഗ്സ്, റിയോ ഫെർഡിനാൻഡ്, ഗാരി നെവിൽ, ഇങ്ങനെ ഇംഗ്ലീഷ് ഫുട്ബോളിനെ വിറപ്പിക്കുന്ന അതികായന്മാരുള്ളിടം. സീനിയർ താരങ്ങൾ റൊണാൾഡോയെ പലപ്പോഴും കളിയാക്കുകയും ചെറിയ റാഗിങ്ങുകൾക്ക് വിധേയനാക്കുകയും ചെയ്തു. സ്വർണ്ണനിറം പൂശിയ മുടി, ഇറുകിയ ജീൻസ്, ഒരു ഫുട്ബോൾ പ്ലെയറെക്കാൾ ഒരു പോപ്പ് സ്റ്റാറിനെ പോലെ വന്നിറങ്ങിയ ആ മെലിഞ്ഞ പയ്യനെ റിയോ ഫെർഡിനാൻഡും ക്വിന്റൻ ഫോർച്യൂണും കളിയാക്കുക പതിവായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം രൂപം നോക്കി നിൽക്കുന്നതായിരുന്നു അവന്റെ പ്രധാന വിനോദം.
അവർ കളിയാക്കുമ്പോൾ അവൻ മുഖം വീർപ്പിക്കും. അത് കണ്ട് അവർ വീണ്ടും ചിരിക്കും. തുടക്കക്കാർക്ക് സീനിയേഴ്സ് നൽകുന്ന റാഗിംഗ് റൊണാൾഡോയും അനുഭവിച്ചു. പക്ഷേ പന്ത് കാലിൽ കിട്ടുമ്പോൾ കളി മാറും. പന്ത് മറ്റൊരാൾക്ക് പാസ് ചെയ്യാതെ അമിതമായി ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നതായിരുന്നു അവന്റെ ശീലം. യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻ റോയ് കീൻ ഇതിന്റെ പേരിൽ അവനെ പലപ്പോഴും ഗ്രൗണ്ടിൽ വെച്ച് പച്ചത്തെറി വിളിച്ചു. പ്രധാന സ്ട്രൈക്കറായ റൂഡ് വാൻ നിസ്റ്റൽറൂയിയും പലപ്പോഴും അവനോട് ദേഷ്യപ്പെട്ടു. ആ വീഴ്ചകളിലും ശാസനകളിലും അവൻ കരഞ്ഞില്ല. പകരം അടുത്ത തവണ പന്തുമായി എഴുന്നേൽക്കുമ്പോൾ അവന്റെ വേഗത ഇരട്ടിയായി. പരുക്കനായ ഇംഗ്ലീഷ് പ്രതിരോധത്തെ നേരിടാൻ റൊണാൾഡോ കാരിങ്ടണിലെ ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അവൻ തന്റെ മെലിഞ്ഞ ശരീരത്തെ ഉരുക്കുപോലെയാക്കി മാറ്റി. ഒടുവിൽ 2003 ഓഗസ്റ്റ് 16 വന്നെത്തി. യുണൈറ്റഡിന്റെ സ്വന്തം തട്ടകമായ ഓൾഡ് ട്രഫോർഡിൽ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം. എതിരാളികൾ ബോൾട്ടൺ വാണ്ടറേഴ്സ്. മാഞ്ചസ്റ്റർ ജനതയുടെ നെഞ്ചിടിപ്പിന്റെ ദിവസമായിരുന്നു അത്. കാരണം ഇതിഹാസ താരം ഡേവിഡ് ബെക്കാം റയൽ മാഡ്രിഡിലേക്ക് പോയതിനു ശേഷം നടക്കുന്ന ആദ്യ ഹോം മത്സരമാണ്. ബെക്കാമിന്റെ ഒഴിവിലേക്ക് ഫെർഗൂസൺ കൊണ്ടുവന്ന ഈ പോർച്ചുഗീസ് പയ്യൻ ആരാണെന്ന് നേരിട്ട് കാണാൻ 60,000-ലേറെ വരുന്ന ചുവപ്പൻ ആരാധകർ കാത്തുനിന്ന പ്രഭാതം. അന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് റൊണാൾഡോ തന്റെ കിറ്റ് ബാഗ് തുറന്നപ്പോൾ സീനിയർ താരങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം അവൻ പുറത്തെടുത്തത് ഒരു ജോഡി വെള്ള നൈക്കി ബൂട്ടുകളായിരുന്നു. അക്കാലത്ത് ഇംഗ്ലീഷ് ഫുട്ബോളിൽ 90% കളിക്കാരും പരമ്പരാഗതമായ കറുത്ത ബൂട്ടുകളാണ് ധരിച്ചിരുന്നത്. വെളുത്ത തിളങ്ങുന്ന ബൂട്ടിട്ട് മൈതാനത്തിറങ്ങുന്നത് വലിയ അഹങ്കാരമായാണ് കളിക്കാർ കണ്ടിരുന്നത്. എന്നാൽ താൻ സാധാരണക്കാരനല്ല എന്നുറപ്പിക്കാൻ അവൻ ആ വെള്ള ബൂട്ട് തന്നെ കാലിൽ അണിഞ്ഞു. എതിരാളികളായ ബോൾട്ടൺ വാണ്ടറേഴ്സ് വെറുമൊരു ടീമായിരുന്നില്ല. ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും പരുക്കൻ കളി പുറത്തെടുക്കുന്ന, കളിക്കാരെ ഫൗൾ ചെയ്ത് ശാരീരികമായി തളർത്തുന്ന സാം അല്ലാർഡൈസിന്റെ ടീമായിരുന്നു അത്. കെവിൻ ഡേവിസിനെയും ഇവാൻ കാംബോയെയും പോലുള്ള ശക്തമായ ഡിഫൻഡർമാരായിരുന്നു അവരുടെ കരുത്ത്. കളിക്ക് മുൻപ് ഫെർഗൂസൺ റൊണാൾഡോയ്ക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകി. ക്രിസ്ത്യാനോ, അവർ നിന്നെ ഫൗൾ ചെയ്യും, ഇടിച്ചിടും, നീ പുല്ലിലേക്ക് തെറിച്ചു വീഴും. പക്ഷേ വീണ് കിടന്ന് റഫറിയെ നോക്കി കരയരുത്. വീണാൽ അടുത്ത സെക്കൻഡിൽ എഴുന്നേൽക്കണം, വീണ്ടും ഓടണം. ആ വാക്കുകളുടെയും ഫുട്ബോൾ നൽകിയ ആത്മവിശ്വാസത്തിന്റെയും ബലത്തിൽ അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവൻ മത്സരത്തിനായി ഇറങ്ങുകയായി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മത്സരത്തിന്റെ ആദ്യ 60 മിനിറ്റോളം അവൻ ബെഞ്ചിലിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഭ്രാന്തമായ വേഗത അവൻ പുറത്തുനിന്ന് ശ്വാസമടക്കി പിടിച്ചു നോക്കിക്കണ്ടു. റയാൻ ഗിഗ്സ് നേടിയ ഒരു ഫ്രീ കിക്ക് ഗോളിൽ യുണൈറ്റഡ് 1-0 മുന്നിലായിരുന്നുവെങ്കിലും ബോൾട്ടൺ വാണ്ടറേഴ്സ് മൈതാനത്ത് കടുത്ത പ്രതിരോധം തീർക്കുകയായിരുന്നു. ഒടുവിൽ കളിയുടെ 61-ാം മിനിറ്റിൽ ടച്ച് ലൈനിലെ 4-ാം റഫറിയുടെ ഡിജിറ്റൽ ബോർഡിൽ ആ ചുവന്ന അക്കങ്ങൾ തെളിഞ്ഞു. ഇൻ 7, ഔട്ട് 8.
നിക്കി ബട്ടിന് പകരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. വലിപ്പത്തിലുള്ള ആ അയഞ്ഞ കുപ്പായം വലിച്ചുയർത്തി മൈതാനത്തിന്റെ വരമ്പിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഉള്ളൊന്ന് കാളി. സ്വന്തം പുറത്തെ 7 എന്ന വെളുത്തയക്കത്തിന്റെ ഭാരം ആ 18-കാരനെ ശരിക്കും ഞെരുക്കുന്നുണ്ടായിരുന്നു. താൻ സ്പോർട്ടിംഗിൽ അണിഞ്ഞിരുന്ന 28-ാം നമ്പർ കുപ്പായം മതി തനിക്കെന്നായിരുന്നു അന്ന് രാവിലെ ഫെർഗൂസനോട് അവൻ പറഞ്ഞത്. കാരണം ഓൾഡ് ട്രാഫോർഡിൽ 7 എന്നത് വെറുമൊരക്കമായിരുന്നില്ല, അതൊരു കിരീടമായിരുന്നു. ഫുട്ബോൾ മൈതാനത്തെ മാന്ത്രികൻ ജോർജ് ബെസ്റ്റ്, ക്യാപ്റ്റൻ മാർവൽ ബ്രയാൻ റോബ്സൺ, കോളർ ഉയർത്തിപ്പിടിച്ചു നടന്ന വിപ്ലവകാരി എറിക് കാന്റോണ, ഒടുവിൽ മാഞ്ചസ്റ്റർ ജനതയുടെ നെഞ്ചെടുപ്പായിരുന്ന സാക്ഷാൽ ഡേവിഡ് ബെക്കാം. അവരണിഞ്ഞു തീർത്ത വിഖ്യാതമായ ജേഴ്സിയായിരുന്നു ആ 7-ാം നമ്പർ. ബെക്കാം റയൽ മാഡ്രിഡിലേക്ക് പോയപ്പോൾ അനാഥമായ ആ വലിയ സിംഹാസനത്തിലേക്കാണ് ഫെർഗൂസൺ ഈ മെലിഞ്ഞ പോർച്ചുഗീസ് പയ്യനെ പിടിച്ചിരുത്തിയത്. ആ ഭാരം താങ്ങാനാവാതെ അവൻ തകർന്നു പോകുമോ എന്ന് സഹതാരങ്ങൾ ഭയന്നു. പക്ഷേ അലക്സ് ഫെർഗൂസൺ എന്ന തന്ത്രജ്ഞനായ ഫുട്ബോൾ താരത്തിന്റെ കണക്കുകൂട്ടലുകൾ വേറെയായിരുന്നു. റൊണാൾഡോയുടെ ഉള്ളിലെ അടങ്ങാത്ത അഹങ്കാരവും ഞാനാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവൻ എന്ന് തെളിയിക്കാനുള്ള അവന്റെ ഭ്രാന്തമായ വാശിയും ഫെർഗൂസൺ തിരിച്ചറിഞ്ഞിരുന്നു. അവൻ 28-ാം നമ്പർ കൊടുത്താൽ അവൻ ആ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങിപ്പോകും. എന്നാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന 7-ാം നമ്പർ കൊടുത്താൽ ആ കുപ്പായത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവൻ മൈതാനത്ത് കിടന്ന് ചോരയൊഴുക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. ആ ചുവന്ന കുപ്പായം അവന്റെ നേരെ നീട്ടി ഫെർഗൂസൺ പറഞ്ഞ വാക്ക് റൊണാൾഡോയുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്റെ 28 വേണ്ട, നീ ഈ 7-ാം നമ്പർ ഇട്ടാൽ മതി. കാരണം ഇതണിയാൻ പ്രാപ്തിയുള്ളവനാണ് നീ. ആ വാക്കുകളുടെ ചൂടും ചൂരുമായാണ് അവൻ മൈതാനത്തേക്ക് കാലെടുത്തു വെച്ചത്. പന്താദ്യമായി കാലിൽ കെട്ടിയ സെക്കൻഡിൽ തന്നെ റൊണാൾഡോ മൈതാനത്ത് തന്റെ മാന്ത്രിക നൃത്തം ആരംഭിച്ചു. പന്തുമായി വലതു വിങ്ങിലൂടെ അവൻ നടത്തിയ മിന്നൽ കുതിപ്പുകൾ കണ്ട് ബാൾട്ടൻ ഡിഫൻഡർമാരായ നിക്കി ഹണ്ടും ഇവാൻ കാംബോയും അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളി നിന്നു. അവന്റെ കാലുകൾ വായുവിൽ തീർത്ത അതിവേഗത്തിലുള്ള സ്റ്റെപ്പ് ഓവറുകൾക്ക് മുന്നിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഇംഗ്ലീഷ് പ്രതിരോധ നിര വട്ടം കറങ്ങി. അതുവരെ ഡേവിഡ് ബെക്കാമിന് നഷ്ടപ്പെട്ടതിന്റെ നിരാശയിലായിരുന്ന 60,000-ലേറെ വരുന്ന മാഞ്ചസ്റ്റർ ആരാധകർ അവർ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആർത്തു വിളിക്കാൻ തുടങ്ങി. അവന്റെ കുതിപ്പിനെ അത്ര വേഗം തടയാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ ബോൾട്ടൺ താരങ്ങൾ അവനെ ശാരീരികമായി നേരിട്ടു. കെവിൻ നോലന്റെ കടുത്തൊരു ടാക്കിളിൽ റൊണാൾഡോ വായുവിൽ തെറിച്ച് മൈതാനത്തിലേക്ക് പതിച്ചു. ഗാലറി ശ്വാസമടക്കി പിടിച്ചു. പക്ഷെ ഫെർഗൂസൺ പറഞ്ഞതുപോലെ അവൻ അവിടെ കിടന്ന് റഫറിയോട് സഹതാപത്തിനായി കെഞ്ചിയില്ല. വീണതിനേക്കാൾ വേഗതയിൽ റൊണാൾഡോ ചാടി എഴുന്നേറ്റു. വീണ്ടും പന്തുമായി കുതിച്ചു. ബോക്സിനുള്ളിലേക്ക് അവൻ നടത്തിയ മറ്റൊരു അപകടകരമായ മുന്നേറ്റം തടയാൻ ശ്രമിച്ച ഡിഫൻഡർ അവനെ വലിച്ചിട്ടു. റഫറിയുടെ വിസിൽ മുഴങ്ങി. പെനാൽറ്റി. റൂഡ് വാൻ നിസ്റ്റൽറൂയിയും ഗിഗ്സും സ്കോൾസും മാർത്തലച്ചപ്പോൾ മത്സരം 4-0 യുണൈറ്റഡ് സ്വന്തമാക്കി. ഗോളൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും കൃത്യമായ പാസുകളിലൂടെ ടീമിനെ വിജയിപ്പിച്ചതിൽ റൊണാൾഡോ വഹിച്ച പങ്ക് വലുതായിരുന്നു.
എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. വർഷത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് കൊടും തണുപ്പുള്ള ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. 10 ദിവസത്തിനുള്ളിൽ 3 മുതൽ 4 വലിയ മത്സരങ്ങൾ വരെ കളിക്കേണ്ടി വരും. മറ്റു പല വിദേശ താരങ്ങളും കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ കൈകളിൽ ഗ്ലൗസും കഴുത്തിൽ കമ്പിളിയും ചുറ്റി കളത്തിലിറങ്ങിയപ്പോൾ റൊണാൾഡോ ചെയ്തത് മറ്റൊന്നായിരുന്നു. അവൻ കാരിങ്ടണിലെ ജിമ്മിൽ കൂടുതൽ ഇരുമ്പ് കട്ടകൾ ഉയർത്തി സ്വന്തം പേശികൾക്ക് ചൂട് പിടിപ്പിച്ചു. തണുത്തുറഞ്ഞ മൈതാനത്തെ മരവിപ്പ് മാറ്റാൻ മറ്റുള്ളവരെക്കാൾ ഇരട്ടി ദൂരം അവൻ മൈതാനത്തിലൂടെ ഓടി. 10 ദിവസത്തിനുള്ളിൽ 3 മുതൽ 4 വലിയ മത്സരങ്ങൾ വരെ കളിക്കേണ്ടി വരും. പക്ഷേ മത്സരങ്ങളിൽ കൃത്യമായ മുന്നേറ്റങ്ങൾ നടത്താൻ പലപ്പോഴും അവനായില്ല. മാഞ്ചസ്റ്റർ ജേഴ്സിയിൽ 10ഓളം മത്സരങ്ങൾ കഴിഞ്ഞിട്ടും പന്ത് വലയിലെത്തിക്കാൻ കഴിയാതെ അവൻ ശ്വാസം മുട്ടിയ നാളുകൾ. പന്ത് കിട്ടിയാൽ പാസ് ചെയ്യാതെ വെറുതെ ഡ്രിബിൾ ചെയ്ത് സമയം കളയുന്നവനെന്ന മാധ്യമങ്ങളുടെ പരിഹാസം അതിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയം. ഒടുവിൽ 2003 നവംബർ 1 വന്നെത്തി. ഓൾഡ് ട്രാഫോർഡിൽ പോർട്സ്മൗത്തിനെതിരായ മത്സരം. കളിയുടെ 80-ാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതുമൂലയിൽ തികച്ചും ദുഷ്കരമായ ഒരു ആംഗിളിൽ യുണൈറ്റഡിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങി. വലതുകാൽ കൊണ്ട് റൊണാൾഡോ പന്തിലേക്ക് കൊടുത്ത ആ അതിശക്തമായ ഷോട്ട് വായുവിൽ ഒരു വില്ലുപോലെ വളഞ്ഞു. അത് ഹെഡ് ചെയ്യാനുയർന്ന എതിരാളികളുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ഗോളി ഷാക്ക ഹിസ്ലോപ്പിന് മുന്നിൽ വെച്ച് പച്ചപ്പുല്ലിൽ ഒന്ന് കുത്തിത്തെറിച്ചു വലയുടെ വലത് മൂലയിലേക്ക് തുളച്ചു കയറി. അതൊരു ഗോസ്റ്റ് ഗോളായിരുന്നു. നായകൻ റോയ് കീൻ ഓടിവന്ന് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. ഗിഗ്സ് അവന്റെ തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകി. മാഞ്ചസ്റ്റർ കുപ്പായത്തിലെ അവന്റെ ആദ്യത്തെ ഔദ്യോഗിക ഗോൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും വലിയൊരു ഗോൾ വേട്ടയുടെ തുടക്കം അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു.